ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 5th സ്റ്റാൻഡേർഡ് സയൻസ് SCERTയുടെ 4th ചാപ്റ്റർ വിത്തിനുള്ളിലെ ജീവൻ എന്ന പാഠഭാഗം നമുക്കൊന്ന് നോക്കിയാലോ. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ചാപ്റ്റർ നെയിം വിത്തിനുള്ളിലെ ജീവൻ. അപ്പം ഒരു വിത്ത് സംസാരിക്കുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. വിത്ത് പറയാണ്, മണ്ണിൽ വീണത് അനുഗ്രഹമായി. വെള്ളം ലഭിച്ചപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. മുളച്ചു പൊന്തിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് സൂര്യവെളിച്ചമാണ്. ആവശ്യത്തിന് ചൂടും തണുപ്പും എനിക്ക് ലഭിച്ചിരുന്നു. വായു കിട്ടാൻ പാകത്തിലാണ് ഞാൻ കിടന്നിരുന്നത്. എൻ്റെ കൂട്ടുകാരിൽ പലർക്കും ഇതുവരെ മുളയ്ക്കാനായിട്ടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്? ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ വേണം നോക്കാം. വെള്ളം ലഭിച്ചപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. അപ്പം വിത്ത് മുളയ്ക്കാൻ വെള്ളം ആവശ്യമാണ്. ആവശ്യത്തിന് ചൂടും തണുപ്പും എനിക്ക് ലഭിച്ചിരുന്നു. അപ്പം അന്തരീക്ഷ താപനില ഒരു പ്രധാന ഘടകമാണ് വിത്ത് മുളയ്ക്കാൻ. വായു കിട്ടാൻ പാകത്തിനാണ് ഞാൻ കിടന്നത്. വായു അത്യാവശ്യമാണ്. അപ്പം വെള്ളം, വായു, അന്തരീക്ഷ താപനില എന്നിവ ഒരു വിത്ത് മുളയ്ക്കാൻ അത്യാവശ്യമായ ഘടകങ്ങളാണ്. വെള്ളം വേണം, ചൂടും തണുപ്പും, അതായത് അനുകൂലമായ താപനില, വായു എന്നിവ ഒരു വിത്ത് മുളയ്ക്കുന്നതിന് അത്യാവശ്യമായ ഘടകങ്ങളാണ്. അപ്പം വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്, വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമാണോ? വിത്ത് മുളയ്ക്കാൻ മണ്ണിൻ്റെ ആവശ്യമില്ല. വെള്ളം, വായു, അന്തരീക്ഷ താപം മതി. അതേപോലെ വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണോ? വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്. വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമില്ല. ഇനി അടുത്ത പേജിൽ ഒരു ബോക്സ് പോലെ കൊടുത്തിട്ടുണ്ട്, വിത്ത് മുളയ്ക്കാൻ എന്ന് പറഞ്ഞിട്ട്. അത് നോക്കാം. വിത്ത് മുളയ്ക്കാൻ വായു, ജലം, അനുകൂല താപനില എന്നിവ ആവശ്യമാണ്. അത് നമ്മൾ മുന്നേ പറഞ്ഞു. വിത്ത് മുളയ്ക്കാൻ വായു, ജലം, അനുകൂല താപനില എന്നിവ ആവശ്യമാണ്. മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് സൂര്യപ്രകാശം, മണ്ണ് എന്നിവ വേണം. വിത്ത് മുളച്ചു കഴിഞ്ഞാൽ ചെടി വളരാൻ സൂര്യപ്രകാശം, മണ്ണ് എന്നിവ അത്യാവശ്യമാണ്. അതിന് താഴെ ഇതന്നെ കൊടുത്ത് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങളും എന്തൊക്കെയാണ്. അടുത്ത് വരുന്നത് നെൽവിത്ത് മുളപ്പിക്കാൻ. നെൽവിത്ത് മുളപ്പിക്കാൻ എന്തൊക്കെയാണ് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. മുറ്റത്ത് വാഴത്തണ്ട് കൊണ്ട് ചതുരത്തിൽ തട കെട്ടുന്നു. അതിനുള്ളിൽ ഈന്തോലകൾ വിരിച്ച് മുളപ്പിച്ചെടുക്കേണ്ട നെൽവിത്തുകൾ അതിൽ നിറയ്ക്കുന്നു. മരപ്പലക കൊണ്ട് തടത്തിലെ വിത്തുകൾ നന്നായി അമർത്തിയ ശേഷം ഈന്തിൻ പട്ടകൾ മുകളിലും വിരിക്കുന്നു. ഇതിനു മുകളിൽ ഭാരമുള്ള വസ്തുക്കൾ കയറ്റിവെക്കുന്നു. വിത്ത് മുളയ്ക്കാൻ മിതമായ ചൂട് ആവശ്യമാണ്. അപ്പം ഈ വെയിറ്റ് എടുത്ത് വെക്കുന്നത് എന്തിനാ? അത്യാവശ്യം ചൂട്, മിതമായിട്ടുള്ള ചൂട് ലഭിക്കാൻ വേണ്ടിയാണ് ഈ വിത്തിന് മുകളിൽ ഭാരമുള്ള വസ്തു കയറ്റി വെക്കുന്നത്. ചിലയിടങ്ങളിൽ നെൽവിത്ത് ചാക്കിൽ കെട്ടി മുകളിൽ ഭാരം വെച്ചു മുളപ്പിക്കുന്ന രീതിയും നിലവിലുണ്ട്. അപ്പം ഈ ഭാരം വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മിതമായ ചൂട് ലഭിക്കാൻ വേണ്ടിയാണ്. അടുത്ത് വരുന്നത് ബീജാങ്കുരണം. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. വിത്തിലെ സൂക്ഷ്മദ്വാരത്തിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയാ പറഞ്ഞത്? അനുകൂലമായ സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് ബീജാങ്കുരണം അല്ലെങ്കിൽ വിത്ത് മുളയ്ക്കൽ. വിത്തിലെ സൂക്ഷ്മദ്വാരത്തിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിച്ച് വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. വിത്തിനുള്ളിലെ ഭ്രൂണം ശ്വസിക്കുന്നുണ്ട്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്നത് ബീജമൂലമാണ്. ഈ ബീജമൂലമാണ് മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നത്. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകും. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. ബീജശീർഷം എന്ന് പറയുന്നത് ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. ബീജശീർഷം വളർന്ന് കാണ്ഡമായി മാറുന്നു. ബീജശീർഷമാണ് കാണ്ഡമായി വളരുന്നത്. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ഇവിടെ പയറ് വിത്ത് മുളച്ചു വരുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ചിത്രസഹിതം കാണിച്ചിട്ടുണ്ട്. ബീജമൂലം
ആദ്യമായിട്ട് പുറത്തു വരുന്നത് ബീജമൂലമാണ്. ആ ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകും. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഭാഗമാണ് ബീജശീർഷം. അത് ബീജശീർഷം വളർന്ന് എന്താവും? കാണ്ഡമായിട്ട് മാറും. ഇല ആഹാരം നിർമ്മിക്കാൻ ഭാഗമാകുന്നതുവരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനി വരുന്നത് വിവിധ സസ്യങ്ങളെ തൈകൾ ഉണ്ടാക്കുന്ന രീതിക്ക് അനുസരിച്ച് തരം തിരിക്കുക. വിവിധ സസ്യങ്ങളെ തൈകളാക്കി മാറ്റുന്ന രീതിക്കനുസരിച്ച് താഴെ തന്നിരിക്കുന്നവയെ വേർതിരിച്ചെടുക്കാം. ഞാൻ പറഞ്ഞുതരാം. വിത്ത്, തണ്ട്, ഇല, വേര് എന്നിവയിൽ നിന്നൊക്കെ പുതിയ സസ്യം ഉണ്ടാക്കിയെടുക്കാം. വിത്ത് മുളച്ചുണ്ടാകുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സാമ്പിൾ കുറച്ച് പറയാം. മല്ലിക വിത്ത് മുളച്ചുണ്ടാകുന്നതാണ്. നെല്ല്, മാവ്, കശുമാവ്, കാശിത്തുമ്പ, വഴുതന, തെങ്ങ് എന്നിവയെല്ലാം വിത്ത് മുളച്ചുണ്ടാകുന്നതാണ്. മല്ലിക, നെല്ല്, മാവ്, കശുമാവ്, കാശിത്തുമ്പ, വഴുതന, തെങ്ങ്. തണ്ട് വെച്ച് ഉണ്ടാകുന്ന സസ്യങ്ങൾ നന്ദ്യാർവട്ടം, മധുരക്കിഴങ്ങ്, മുല്ല, ചെമ്പരത്തി, മരച്ചീനി, കുരുമുളക്, മുരിങ്ങ. ഇല മുളച്ചുണ്ടാകുന്ന സസ്യങ്ങൾ ബ്രയോഫില്ലം അല്ലെങ്കിൽ ഇലമുളച്ചി, നിശാഗന്ധി, നിലപ്പന, ബിഗോണിയ. വേര് മുളച്ച് അല്ലെങ്കിൽ വേരിലൂടെ ഉണ്ടാകുന്ന പുതിയ സസ്യം ചന്ദനം, ശീമപ്ലാവ്, കറിവേപ്പ്, ആഞ്ഞിലി. വേരിൽ നിന്ന് തന്നെ പൊട്ടിയുണ്ടാകുന്ന സസ്യങ്ങളാണ് ചന്ദനം, ശീമപ്ലാവ്, കറിവേപ്പ്, ആഞ്ഞിലി. അടുത്ത് വരുന്ന കായിക പ്രജനനം. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. വിത്ത് വിതരണം. ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരുന്നതിനാവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതുലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുന്നു. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് മൂലമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? വിത്ത് വിതരണം എന്ന് പറഞ്ഞാൽ ഒരു സസ്യത്തിൻ്റെ വിത്തെല്ലാം ആ സസ്യത്തിൻ്റെ താഴെ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരാൻ ആവശ്യമായ മണ്ണോ, വെള്ളമോ, സൂര്യപ്രകാശമോ, ധാതു ലവണങ്ങൾ എന്നിവയൊന്നും ലഭിക്കില്ല. അപ്പോൾ കുറേ ചെടികളൊക്കെ നശിച്ചു പോകും. അതിനാൽ വിത്തുകൾ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ വിത്തിനും വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് നന്നായി വളരാൻ സാധിക്കുകയും ചെയ്യും. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് മൂലമാണ്. അടുത്ത നോക്കാം. വിത്ത് വിതരണത്തിനുള്ള അനുകൂലനങ്ങൾ. ഭക്ഷ്യയോഗ്യമായ മാംസള ഭാഗങ്ങളാണ് പക്ഷികളെയും മൃഗങ്ങളെയും ആകർഷിക്കുന്നത്. മാംസള ഭാഗങ്ങളുള്ള വിത്തുകൾ ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു. ചില വിത്തുകളുടെ വിതരണ സൂത്രങ്ങൾ നോക്കൂ. ജന്തുക്കളുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കാനുള്ള കൊളുത്തുകളുണ്ട്. ചില വിത്തുകൾക്ക് പശയുണ്ട്. ചില വിത്തുകൾക്ക് കൂർത്ത അഗ്രഭാഗങ്ങളുണ്ട്. ഇങ്ങനെയെല്ലാം വിത്ത് വിതരണം നടക്കും. എന്തൊക്കെയാ പറഞ്ഞാൽ? ജന്തുക്കളുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കാനുള്ള കൊളുത്തുകളുണ്ട്, പശയുണ്ട് ചില വിത്തുകൾക്ക് കൂർത്ത അഗ്രഭാഗങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പം ഡ്രസ്സിലോ അല്ലെങ്കിൽ ഓരോ ജീവികളുടെ മേലേക്ക് പറ്റിപ്പിടിച്ച് പല ഭാഗങ്ങളിലേക്ക് വിത്ത് വിതരണം നടക്കുന്നു. വേറൊരു മെത്തേഡ്, കാറ്റിൽ പാറി നടക്കുന്ന വിത്തുകൾക്ക് ഭാരം കുറവായിരിക്കും. കാറ്റിൽ പാറി വരുന്ന അല്ലെങ്കിൽ കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളിലെ കാറ്റിൽ പാറി നടക്കുന്ന വിത്തുകൾക്ക് ഭാരം കുറവായിരിക്കും. അതിൻ്റെ സവിശേഷത കാറ്റിൽ പാറി നടക്കണമെങ്കിൽ ഭാരം കുറവായിരിക്കണം. കാറ്റിൽ പാറി നടക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗവും ഉണ്ടായിരിക്കണം. വെള്ളത്തിലൂടെ വിത്ത് വിതരണം നടക്കുകയാണെങ്കിലോ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. കുറച്ച് ദിവസം വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞു പോകത്തില്ല. അപ്പോൾ വിത്ത് വിതരണത്തിൻ്റെ രീതി 4 രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് കാറ്റ് വഴി, ജലം വഴി, ജന്തുക്കൾ വഴി, പൊട്ടിത്തെറിച്ച്. കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യമാണ് അപ്പൂപ്പൻ താടി, മഹാഗണി. വിത്തിന് ഭാരം കുറവായിരിക്കും. പറക്കാൻ രോമം പോലുള്ള ഭാഗങ്ങളുണ്ട്. ജലം വഴിയാകുമ്പോൾ തെങ്ങ്, ഒതളം. ജലം വഴിയാകുമ്പോൾ എന്താ? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണം. കുറച്ച് ദിവസം വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞു പോവില്ല. ജന്തുക്കൾ വഴി ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്. പൊട്ടിത്തെറിച്ച് വെണ്ടയും കാശിത്തമ്പയും. പൊട്ടിത്തെറിച്ച് ദൂരേക്ക് പോവും. അപ്പോൾ അവിടെ അതും വിത്ത് വിതരണത്തിന് എക്സാമ്പിളാണ്. ഇനി കാർഷിക വിളകൾ, ജന്മദേശം. ഈ SCERTയിലുള്ള ഇതിൽ കുറച്ച് കറക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ വേറെ ഉള്ളത് പറഞ്ഞുതരാം, കറക്റ്റായത് പറഞ്ഞുതരാം. തക്കാളി, പച്ചമുളക്, പേരക്ക എന്നിവയുടെ ജന്മദേശം അമേരിക്ക. തക്കാളി, പച്ചമുളക്, പേരക്ക, അമേരിക്ക. തക്കാളി, പച്ചമുളക്, പേരക്ക എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ്. കൈതച്ചക്ക, മരച്ചീനി എന്നിവയുടെ ജന്മദേശം ബ്രസീലാണ്. കൈതച്ചക്ക, മരച്ചീനി, ബ്രസീൽ. ഉരുളക്കിഴങ്ങ്, പെറു. തേയില, ചൈന. കാബേജ്, യൂറോപ്പ്.
റബ്ബർ, കശുമാവ്, ബ്രസീൽ. ഒന്നുകൂടെ നോക്കാം. കാർഷിക വിളകൾ ജന്മദേശം: തക്കാളി, പച്ചമുളക്, പേരക്ക എന്നിവയുടെ ജന്മദേശം അമേരിക്ക. തേയില ചൈന. കാബേജിൻ്റെ യൂറോപ്പ്. റബ്ബർ, കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീലാണ്. ഉരുളക്കിഴങ്ങ് പെറു. പപ്പായ മെക്സിക്കോ. കാപ്പി എത്യോപ്യ. പച്ചമുളക് നമ്മൾ പറഞ്ഞു അമേരിക്ക. പേരക്ക മെക്സിക്കോ. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇതും ചെറിയൊരു ചാപ്റ്ററാണ്. ഇവിടെ എക്സസൈസിൽ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ടാകും, നോക്കാം. വിത്തില്ലാത്ത സസ്യങ്ങളിലും വംശവർധനവ് നടക്കുന്നു. അത് ശരിയാണ്. മണ്ണിലെത്തുന്ന വിത്ത് മാത്രമേ മുളയ്ക്കൂ. അത് തെറ്റാണ്. വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമില്ല. മനുഷ്യനും വിത്ത് വിതരണം നടത്തുന്നു. ശരി. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് വേരാണ്. ശരിയാണ്. കാറ്റുമൂലം വിതരണം ചെയ്യപ്പെടുന്ന വിത്തുകൾക്ക് മാംസളമായ ഭാഗമുണ്ടായിരിക്കും. അത് തെറ്റാണ്. വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമില്ല. ആ പോയിന്റ് ശരിയാണ്. അപ്പോൾ ഈ ക്ലാസ്സിലും ഈ ചാപ്റ്ററിലും കണ്ടൻറ്റ് കുറവാണ്. ഇതിലുള്ള എല്ലാ കണ്ടൻറ്റും പറഞ്ഞിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. അപ്പം ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.